ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാടിനടുത്തുള്ള മണത്തല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് മണത്തല നേർച്ചൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ കാണിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും ലത്തി വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഇസ്മായിൽ. ഞാൻ മണത്തല ജമാഅത്ത് പള്ളിയുടെ പ്രസിഡൻ്റാണ്. നേരത്തെയും പ്രസിഡൻ്റായിട്ടുണ്ട്, 2 തവണ നേരത്തെ പ്രസിഡൻ്റായിട്ടുണ്ട്. മണത്തല പള്ളി വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു പള്ളിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിനാൽ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ഏതാനും പള്ളികളിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് മണത്തല പള്ളി. ഈ പള്ളിയെ മുൻകാലങ്ങളിൽ അറിയപ്പെടുന്നത് മസ്ജിദു സ്വഹാബ എന്നതാണ്. പിന്നീടാണത് മണത്തല പള്ളിയായി മാറിയത്. ഇവിടെ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഷഹീദ് ഹൈദ്രോസ് കുട്ടിമൂപ്പരുടെ 237ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഉറൂസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചരിത്രപ്രസിദ്ധമാണ് ഈ ഉറൂസ്. നാനാജാതി ആളുകളുടെ സാന്നിധ്യം കൊണ്ടും സന്ദർശനങ്ങൾ കൊണ്ടും ഇവിടെ വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദവും ഐക്യവും നിലനിർത്തുന്നതിന് ഈ ഉറൂസ് ഇവിടെ വളരെ ഉപകാരപ്രദമായി നിലകൊള്ളുന്നതാണ്. ഇവിടെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വിവിധ സംഘടനകൾ മത സൗഹാർദ്ദമെന്ന നിലയ്ക്ക് തന്നെ വിവിധ സംഘടനകൾ ഭക്ഷണ വിതരണവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തി വരാറുണ്ട്. നിർധന വിവാഹ ധനസഹായത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഈ മാഹിലി പരിധിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മണത്തല പള്ളിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. 237ാമത് ഉറൂസാണ് ഇവിടെ നടക്കുന്നത്. അതിലെല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ഭംഗിയായാണ് ഈ പരിപാടി ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വർഷവും അതുപോലെ ഭംഗിയായി തീരുമെന്നുള്ള ഉത്തമ വിശ്വാസവും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. ഇതാണ് മണത്തല പള്ളി. മണത്തല പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണത്തല മക്കാമ വരുന്നത്. അപ്പം ഇവിടെയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മക്കാമ വരുന്നത്. മക്കാമയ്ക്ക് അവിടെ പോയി കഴിഞ്ഞാണ്. അതേപോലെ ഇവിടെ ഒരു നേർച്ച പള്ളി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഖബർസ്ഥാനുകൾ വരുന്നൊരു പള്ളിയാണ്. ഇവിടെ ഓരോ ആൾക്കാർ പള്ളിയിൽ നേർച്ച നെയ്യത്താക്കിയുള്ള അരിയും കുരുമുളകും മിക്സ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ പാക്ക് ചെയ്യും കേട്ടോ. ഇവിടെയുള്ള കുട്ടികൾ പാക്ക് ചെയ്ത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇത് പാക്ക് ചെയ്ത് ഈ ഒരു ബോക്സിലിടും. അതിൽ നിന്ന് എടുത്തു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആളിലൊന്നും അതിനെ തിരക്കൊന്നും ആയിട്ടില്ല. തിരക്കായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്തു കൊടുക്കുക. കൃത്യം 3 മണിക്ക് പുറപ്പെടുന്നതാണ്. ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഹൂറിക്കേൻസ് കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കകം ബേബി റോഡ് ഫൈസൽ നഗറിൽ നിന്നും പുറപ്പെടുന്നു. നേർച്ചൻ്റെ ഭാഗമായിട്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു കൗണ്ടർ ഉണ്ട്. ഇവിടെ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ. മിഠായി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു വെറൈറ്റി സംഭവമുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് കഴിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് മാമാങ്കം എന്ന് പറയാം. ഇതിൽ ചെറിയ അങ്ങനെ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അണ്ടിപ്പരിപ്പ്, ചെറി അങ്ങനെയുള്ള ഐറ്റംസിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ ലോങ്ങിൽ നിന്നാണ് ഈ ഐറ്റംസ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇതിൻ്റെ സാധനം ഇത് എവിടെയാണ്? ഇതിൻ്റെ പേര് എന്താണ്? നിലമ്പൂരാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൂടെ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റാളിൽ മാത്രമുള്ള ഈ ഐറ്റം സാധനം, വേറെ സ്ഥലത്തില്ലത്. ഇപ്പോൾ ജിലേബി ആയാലും നമ്മൾ നല്ല പ്രിയോർ ജിലേബിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇതാണ് ജിലേബി എന്ന് പറഞ്ഞ സാധനം. ഞങ്ങൾ നല്ല പ്രിയൂർ ജിലേബി കൊടുക്കുന്നതാണ്. വെറൈറ്റി ഉള്ള ഒരു സാധനമാണ്. ഞങ്ങൾ നല്ല ജിലേബിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ അത് അയാൾ ക്ഷണിച്ചിരിക്കുന്നു. നമ്മളെ മുതലാളി ഇരിക്കുന്നത്. ഞങ്ങൾ നീർച്ചക്കട അടിക്കാം, പക്ഷെ അത് സ്ഥിരമുള്ള ഒരു കടയാണ്. അല്ല, ഇപ്പോഴത്തെ ഈ അലുവക്കട അത് ഞങ്ങൾ തന്നെ. നമ്മൾ അലുവ എന്ന് പറഞ്ഞത് നമ്മൾ ഈ മറ്റേ ചക്കലുവ, അങ്ങനെ മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള ഐറ്റംസിൽ പലതരം, ഗോതമ്പ്, അങ്ങനെ പല അലുവകളും നമ്മൾ. ഇവിടെ ഈ നേർച്ചൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, തിരക്കൊക്കെ തുടങ്ങാനാവുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ വന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളതിൽ നേരത്തെ വന്നതാണ്. അതേപോലെ ഇവിടെ ഒരു റോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരവ് ഉണ്ട്. അപ്പോൾ ആ വരവിൻ്റെതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പോയി നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു ബോർഡ് കാണുന്നുണ്ട്, ആ ബോർഡിനായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമാണ് ഇപ്പോൾ. ഇതാണ് റോഡീസ് എന്ന് പറഞ്ഞ വരവിൻ്റെ പോണ വഴിയില്ല. ഈ വഴിയിൽ കുറേ ആണ് പോകാണ്ട് തോന്നുന്നു. ബീച്ച് സൈഡിലേക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയത്. നമ്മളവിടുന്ന് പള്ളിൻ്റെ ചരിത്രമൊക്കെ കേട്ട് നേരെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പള്ളിൻ്റെ ചരിത്രം, അതേപോലെ തന്നെ ഈ ഒരു നേർച്ചൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞ് എല്ലാവരും കേട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പള്ളിത്താഴം എന്ന് പറഞ്ഞ റോട്ടിന് പോകും. റോഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ. അപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ ഉണ്ട്, ഇവർ കുട്ടികളെല്ലാവരും ഇവിടെ ഉള്ള. നിങ്ങളെന്താ ഇവിടെ തന്നെയാണോ വീട്? എല്ലാവരും ഒരു ഹായ് പറയും. പേരെന്താ ബ്രോ? സാരംഗ് സന്ദേശ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബാക്കിൽ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ ഒരു ഭാഗത്ത് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ബേബി റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹുറിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ വരവുണ്ട് കേട്ടോ, ഒരു കാഴ്ച ഉണ്ട്. അപ്പോൾ ആ കാഴ്ച കാണാൻ പോവുകയാണ്. ഇത് നമ്മൾ കൂടെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. ഇവരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം.
ഈ ഒരു സംഭവത്തിൻ്റെ പേരെന്താ പറയുക, മധുരസേവ എന്നാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? രണ്ടോ തന്നെ. ഇത് മധുരം ഉള്ളത്, ഇത് മധുരം ഇല്ലാത്തത്, ഇത് എരിവുള്ളത്, ഇത് മധുരം ഉള്ളത്. ഒരു വെറൈറ്റി ഈ കാൻ്റെ കേട്ടോ. ഫോണിൽ വെച്ച് കറക്കാൻ പറ്റുന്ന ഒരു ഫാനാണ് കേട്ടത് കേട്ടോ. എത്ര? 90 രൂപ കേട്ടോ ഇതിന്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ കളറുകൾ. 2 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപയ്ക്ക് തരുന്നത്. 3 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുറപ്പെടുന്ന 24 മണിക്കൂർ സൗജന്യ മണത്തല. Just touch me till I can get my push me and then just touch me till I can get my ദേശാഭിമാനത്തിന്റെ പടനായകരാണ്. 1000 പ്രണാമമർപ്പിക്കാൻ കടന്നു വരികയാണ്. ജാതിക്കും മതത്തിനും